السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 238 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ക്ലാസ് സാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇതിനോട് സഹകരിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 238 പേജിൻ്റെ ഖിറാഅത്താണ്, പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 23-ാം ആയത്ത് മുതൽ 30-ാം ആയത്ത് വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 12-ാമത്തെ ജുസ്ഇൽ 238-ാം പേജ്. നമ്മൾ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ അസീസിൻ്റെ വീട്ടിൽ മാന്യമായി താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രധാന സംഭവമാണ് ഇനി പറയുന്നത്. പുതിയൊരു പരീക്ഷണം നേരിടേണ്ടി വരികയാണ്. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടത് 1-ാം പരീക്ഷണം, അടിമച്ചന്തയിലെത്തിയത് മറ്റൊരു പരീക്ഷണം. ഇപ്പോൾ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്ന യജമാനത്തിയുടെ മുമ്പിലാണ് മഹാനവറുകൾ ചെന്നുപെട്ടിരിക്കുന്നത്. രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായ, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ അസീസിൻ്റെ വീട്ടിലാണല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മന്ത്രിയുടെ ഭാര്യയായ സുലൈഖയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ കണ്ണുവെച്ച് വശീകരിക്കാൻ ശ്രമിക്കുന്നത്. സുന്ദരനായ, സുമുഖനായ, നല്ല ഭംഗിയുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ അവൾ അനുരക്തയാവുകയാണ്. ഇവൾ മഹാനവറുകളെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുകയാണ്. കൊട്ടാരങ്ങൾക്ക് കുറേ വാതിലുകളുണ്ടാവും. അവൾ ആ വാതിലുകളെല്ലാം കൊട്ടിയടച്ചു. 7 വാതിലുകളാണ് അടച്ചത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 7 വാതിലുകൾ അടച്ചിട്ടാണ് അവൾ ഈ കൃത്യത്തിന് ഒരുങ്ങുന്നത്. അങ്ങനെ വാതിലുകളെല്ലാം അടച്ച് ഭദ്രമാക്കി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വികാരദാഹം തീർക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഹൈത്തലക്, ഇങ്ങോട്ട് വാ. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, ഈ രംഗം. നല്ല യൗവനത്തിളപ്പുള്ള, ചുറുചുറുക്കുള്ള, അതീവ സൗന്ദര്യമുള്ള, അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനെ
നല്ലൊരു തറവാടിയായ ഒരു പെണ്ണ് കിടപ്പറ പങ്കിടാൻ ക്ഷണിക്കുകയാണ്. പുറത്താരെങ്കിലും അറിയുമോ എന്നൊരു പേടിയേ ഇല്ല. ഭദ്രമായി അടഞ്ഞുകിടക്കുന്ന 7 വാതിലുകൾക്കപ്പുറമാണ് സംഭവം നടക്കാൻ പോകുന്നത്. നല്ല അവസരമല്ലേ? പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്തായിരുന്നു? അള്ളാഹുവിൽ ശരണം, മഹാദല്ലാ, അള്ളാഹു കാക്കട്ടെ. ഈ വീട്ടുകാരനും നിങ്ങളുടെ ഭർത്താവുമായ അസീസ് എൻ്റെ യജമാനാണ്, എൻ്റെ സംരക്ഷകനാണ്. ഞാൻ ഈ വേണ്ടാത്തരം ചെയ്യുന്നത് അദ്ദേഹത്തെ വഞ്ചിക്കലാണ്. സർവോപരി അള്ളാഹുവിൻ്റെ അടുത്ത് അത് മഹാപാതകവുമാണ്. അതുകൊണ്ട് ഈ വഴിവിട്ട പണിക്ക് എന്നെ കിട്ടില്ല, അതിന് ഞാനില്ല. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയുമില്ല. ഇതാണ് മഹാനവറുകൾ മറുപടിയായി പറഞ്ഞത്. നോക്കൂ, ആയത്ത് 23-ാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. وراودته, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിച്ചു. ആരാ വശീകരിച്ചത്? അല്ലത്തി ഹുവ ഫീ ബൈത്തിഹ. യൂസുഫ് നബി അലൈഹി സ്വലാം ആരുടെ വീട്ടിലാണോ ആ വീട്ടിലെ പെണ്ണ്. യൂസുഫ് നബി അലൈഹി സ്വലാം താമസിച്ചിരുന്ന കൊട്ടാരത്തിലെ റാണി അദ്ദേഹത്തെ വശീകരിച്ചു. വഗല്ലഖത്, അവൾ അടക്കുകയും ചെയ്തു, അടച്ചുപൂട്ടുകയും ചെയ്തു. അൽ അബ്വാബ, വാതിലുകളെല്ലാം. എന്നിട്ട് വഖാലത്ത്, അവൾ വിളിച്ചു, ഹൈതലക്, ഇങ്ങോട്ട് വാ. ഖാല, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, മഹാദല്ലാ, ഞാൻ അള്ളാഹുവിൽ കാവൽ തേടുന്നു, അള്ളാഹു കാക്കട്ടെ, അള്ളാഹുവിൽ ശരണം. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, അതായത് നിങ്ങളുടെ ഭർത്താവ്, റബ്ബി, എൻ്റെ യജമാനനാണ്, അഹ്സന മഥുവായ, വളരെ നല്ല നിലക്കാണ് അദ്ദേഹം എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അഹ്സന, അദ്ദേഹം വളരെ നന്നാക്കിയിട്ടുണ്ട്. മഥുവായ, എൻ്റെ താമസം. ഇന്നഹു, തീർച്ചയായും ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല. ഇതാണ് മഹാനവറുകൾ മറുപടി പറയുന്നത്. റാവത, അല്ലെ, റാവത യുറാവിദു മുറാവത. മുറാവദത്ത് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാഞ്ഞിട്ടും ഒരാളെ മെല്ലെ അനുനയിപ്പിച്ച് പാട്ടിലാക്കാൻ ശ്രമം നടത്തുക, വശീകരിക്കുക. ഇതാണ് മുറാവദത്ത്. അതിൻ്റെ ക്രിയാരൂപമാണ് റാവത എന്ന്. യാ അല്ലാഹ്, ഇന്നഹു റബ്ബി അഹ്സന മഥ്വായ്, അദ്ദേഹം എൻ്റെ റബ്ബാണ്, എൻ്റെ യജമാനനാണ്. അതായത് താങ്കളുടെ ഭർത്താവ് എൻ്റെ യജമാനനാണ്. ഇവിടെ ഇന്നഹു റബ്ബി എന്ന വാക്യത്തിന് 2 രൂപത്തിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, അസീസ് എൻ്റെ യജമാനനാണ്, വളരെ നല്ല നിലക്കാണ് അദ്ദേഹം എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഒരർത്ഥം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. രണ്ടാമതൊരർത്ഥം കൂടിയുണ്ട്, മഅദല്ലാ, അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു. ഇന്നഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ നാഥൻ. അങ്ങനെയും അർത്ഥം പറയാം. അള്ളാഹുവാണ് എൻ്റെ നാഥൻ, എൻ്റെ രക്ഷിതാവ്. അപ്പോൾ അഹ്സന മഥ്വായ എന്നതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലുമൊക്കെ ചെന്നെത്തിയ എന്നെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇത്രയും സുഖസമ്പൂർണമായ കൊട്ടാരത്തെ എത്തിച്ചു തന്ന് എന്നോട് ഔദാര്യം കാണിച്ചവനാണ് അല്ലാഹു തആല. അഹ്സന മഥ്വായ, അവൻ എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ എന്നെ അവിടെ എത്തിച്ചു തന്നു. വളരെ നല്ല രൂപത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ട് രക്ഷിച്ചിട്ടുണ്ട് എന്നായിരിക്കും അപ്പോൾ അർത്ഥം. ആ അള്ളാഹുവിനോട് ചെയ്യുന്ന കടുത്ത അക്രമമാണിത്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. കാരണം അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അവർ എപ്പോഴും പരാജിതരായിത്തീരുന്നതാണ്. ആ കൂട്ടത്തിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ക്ലിയർ കട്ടായി പറയുന്നത്. അടുത്ത ആയത്ത് നോക്കി, 24-ാമത്തെ ആയത്ത്. കുറേ ദിവസങ്ങളായി യൂസുഫ് നബി അലൈഹി സ്വലാം സുലൈഖ ബീവിയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും അള്ളാഹുവിനോടുള്ള ദൈവഭക്തിയുമൊക്കെ സുലൈഖാക്ക് നന്നായി അറിയാം. സാധാരണ പോലെ ഒരു പ്രേമാഭ്യർത്ഥന നടത്തിയാലൊന്നും യൂസുഫ് നബി അലൈഹി സ്വലാം വഴങ്ങില്ല എന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചത്. എല്ലാ വാതിലുകളും അടച്ചു പൂട്ടി നിർബന്ധിതാവസ്ഥയിലെത്തിച്ച് ബലാത്കാരം ചെയ്യിക്കാമെന്ന് കരുതുകയാണ് അവൾ. ഇങ്ങനെ ഒരു ശ്രമത്തിലൂടെ തൻ്റെ ആഗ്രഹം സാധ്യമാക്കണമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. 7 വാതിലുകൾ അടച്ചുപൂട്ടിയും മറ്റ് സംവിധാനങ്ങൾ ചെയ്തുമൊക്കെ അതിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന് വിസമ്മതിക്കുന്ന പക്ഷം പ്രതികാര നടപടിയെടുക്കാനും അവൾക്ക് തീരുമാനമുണ്ട്. ഇതാണ് അവൾ അദ്ദേഹത്തെക്കുറിച്ച് കരുതി എന്ന് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ഈ മഹാപാതകം ചെയ്യാൻ ക്ഷണിച്ചതിന് ശിക്ഷയായി അവളെ അടിക്കാൻ യൂസുഫ് നബി അലൈഹി സ്വലാം വിചാരിച്ചു. പക്ഷേ
കൂടുതൽ ചിന്തിച്ചപ്പോൾ അടിക്കേണ്ട എന്ന് വെച്ചു, അത് ഒഴിവാക്കി. കാരണം അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ മറിച്ച് ചിന്തിക്കാമല്ലോ, ചിത്രമാകെ മാറിമറിയാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ അടിച്ചാൽ എന്താ സംഭവിക്കുക? ആളുകൾ എന്താ പറയുക? യൂസുഫ് നബി അലൈഹി സ്വലാം അവളെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്നു, അല്ലേ? അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു, വിസമ്മതിച്ചപ്പോൾ നിരാശ കൊണ്ട് അവളെ അടിച്ചു. ഇങ്ങനെയല്ലേ പിന്നെ കഥയുടെ ട്വിസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് മഹാനവറുകൾ ആ ഉദ്ദേശം ഒഴിവാക്കി. തഫ്സീർ ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിരിങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ആക്രമിക്കുകയോ അടിക്കുകയോ ചെയ്യാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. 24-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, വലഖദ് തീർച്ചയായും, ഹമ്മദ് അവൾ കരുതി, ബിഹി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അദ്ദേഹത്തെ കൊണ്ട് ദുഷ്കൃത്യം ഉദ്ദേശിക്കുക തന്നെ ചെയ്യും, വേണ്ടാത്തരം ചെയ്യാൻ ഉദ്ദേശിക്കുക തന്നെ ചെയ്തു. അവൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വേണ്ടാവൃത്തി ചെയ്യിക്കാൻ ഉദ്ദേശിക്കുക തന്നെ ചെയ്തു. അപ്പോൾ വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹി സ്വലാമും അവളെ കൊണ്ട് കരുതി എന്ന് പറഞ്ഞ് അവളെങ്ങനെ അടിക്കാൻ ഒരുങ്ങി. ലൗലാ റഅ ബുർഹാന റബ്ബിഹി, തൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അങ്ങനെ കരുതുകയും അങ്ങനെ അടിക്കുകയും ചെയ്തേനെ. കദാലിക, അപ്രകാരം അല്ലെങ്കിൽ അങ്ങനെ, ലിനസ്രിഫ അൻഹു സൂഅ, അദ്ദേഹത്തിൽ നിന്ന് തിന്മയെ നാം തിരിച്ചുവിടാൻ, വൽ ഫഹ്ശാഅ, മോശത്തരത്തെയും, അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ നാം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചുവിടാനാണ്. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ, അങ്ങനെ നാം ചെയ്തത്, അതായത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നാം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചുവിടാനാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, തീർച്ചയായും യൂസുഫ് നബി അലൈഹി സ്വലാം നമ്മുടെ ഉത്കൃഷ്ടദാസന്മാരിൽപ്പെട്ടയാൾ തന്നെയാണ്. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. വഹമ്മ ബിഹ എന്ന ആയത്തിൻ്റെ ഈ വാചകത്തിൻ്റെ അർത്ഥം പല രൂപത്തിലും പല ആളുകളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ വാചകത്തിന് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമുണ്ടായതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ഈ മോശത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല എന്നർത്ഥം പറഞ്ഞവരും ഉണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തിന് ചേരാത്ത, അവരുടെ മഹാ ഔന്നത്യത്തിന് ചേരാത്ത രൂപത്തിൽ പലരും ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. ലൗലാ അർആ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്താണ് ഈ ബുർഹാൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്നുള്ള വിവക്ഷ എന്താണ്? മഹാനവറുകളുടെ അടുത്തുള്ള സത്യനിഷ്ഠയും അറിവും ദൈവഭയവും, അതാണ്. അത് സംബന്ധമായ മുഫസ്സിറുകൾ വേറെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പേടിയുണ്ട്, സത്യനിഷ്ഠയുണ്ട്, അറിവുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പിന്നെ മഹാനവറുകൾ അള്ളാഹു തആല അവിടെ നിന്ന് ആ നീചകൃത്യത്തിൽ നിന്ന് മഹാനവറെ രക്ഷിച്ചത് എന്നർത്ഥം. യൂസുഫ് നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇവിടെ പറയുന്നത്. ആ മോശപ്പെട്ട പണി ചെയ്യാൻ യൂസുഫ് നബി അലൈഹി സ്വലാം ഉദ്ദേശിച്ചു എന്നാണ് അവരുടെ വാദം. ഹശ്വിയ, ജബിരിയ തുടങ്ങിയ പിഴച്ച വിഭാഗങ്ങൾ പരിധി വിട്ട് വളരെ ഗുരുതരമായ കാര്യങ്ങൾ ആ വലിയ പ്രവാചകനെ പറ്റി എഴുതി വിട്ടിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പോലും പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാണത്. തെറ്റ് സംബന്ധമായ ആക്ഷേപകരമായ വിചാരത്തിൽ നിന്ന് പോലും യൂസുഫ് നബി അലൈഹി സ്വലാം വിമുക്തനായിരുന്നു. ഇതാണ് സൂക്ഷ്മത പുലർത്തുന്ന ഒരുപാട് പണ്ഡിതന്മാരും മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത്. ആ ചിന്ത പോലും വന്നിട്ടില്ല. അവരതിന് ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. നിഷിദ്ധമായ ചെയ്തിയോ അധിക്ഷേപാർഹമായ വിചാരമെങ്കിലുമോ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഈ സൂറയിലെ വിവിധ സൂക്തങ്ങൾ മനസ്സിരുത്തി പാരായണം ചെയ്താൽ ആർക്കും ബോധ്യമാകുന്ന വിഷയമാണ്. ആ മഹാൻ ഒരു കേവലം നബിയായിരുന്നില്ല, റസൂൽ കൂടിയാണ്. മാത്രമല്ല ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ട റസൂലാണ്. 111 ആയത്തുകളുള്ള ഈ ഒരു സൂറ ആ മഹാന്റെ പേരിലാണ്. മഹാനവറുടെ ജീവചരിത്രം പറയാനായി അള്ളാഹു തആല നീക്കി വെക്കുകയാണ് 111 ആയത്തുകൾ.
പിതാവും പിതാമഹനും പ്രപിതാമഹനും മഹാന്മാരായ മുർസലുകളായുള്ള ഒരു റസൂൽ വേറെയില്ല. ഇത്ര പവിത്രമായ പൈതൃകത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിച്ചത് നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞല്ലോ. അപ്പം ഇത്രയും മഹോന്നതനായ ഒരു പ്രവാചകൻ ഈ വേണ്ടാവൃത്തിക്ക് കരുതുക പോലും ചെയ്യുമെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? വേറെയും പല കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഒന്നാമതായി, അസീസ് പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയത്. വിശ്വസിച്ചവരെ വഞ്ചിക്കുക എന്നത് സാധാരണ മുഅ്മിനിന് പോലും പാടില്ല. അത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്, ശിക്ഷാർഹമാണെന്നാണ് ദീനിൻ്റെ കാഴ്ചപ്പാട്. പിന്നെ എങ്ങനെയാണ് ഒരു ഉന്നതനായ പ്രവാചകനിൽ നിന്ന് സംഭവിക്കുക? രണ്ടാമതായി, അടിമച്ചന്തയിൽ നിന്ന് തന്നെ മോചിപ്പിച്ച ഉദാരനായ മനുഷ്യനാണ് അസീസ്. അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെയും യൂസുഫ് നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. ഈ കൃതജ്ഞതയ്ക്ക് പകരം ഇത്തരമൊരു കൃതജ്ഞത എങ്ങനെയാണ് ഒരു പ്രവാചകനിൽ നിന്നുണ്ടാവുക? മൂന്നാമതായി, കൗമാരപ്രായത്തിൽ കൊട്ടാരത്തിലെത്തിയത് മുതൽ കുറേ വർഷങ്ങളായി ഊണും ഉറക്കവും എല്ലാം അവിടെ തന്നെയാണ്. സ്വന്തം മകനെപ്പോലെ അവിടെ കഴിയാൻ പ്രത്യേക ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ് ആ നല്ല മനുഷ്യൻ. അങ്ങനെ അവിടുത്തെ ഉപ്പും ചോറും തിന്ന് മാംസവും മജ്ജയുമൊക്കെ പരിപുഷ്ടമായ ശേഷം അതേ മനുഷ്യൻ അയാളുടെ ഭാര്യയുടെ കിടപ്പറ പങ്കിടുക എന്നത്, ആ ഒരു ധിക്കാരത്തിന് ഒരു പ്രവാചകനായ ആളെങ്ങനെ മുതിരും? സാധാരണ ആൾ മുതിരില്ല, എന്നിട്ടല്ലേ പ്രവാചകൻ? ഈ ബലാത്കാരം നടക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് പ്രവാചകത്വം നൽകപ്പെട്ടിരുന്നില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ശരി, ഈ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെയും രക്ഷപ്പെടാൻ വകുപ്പില്ല. കാരണം പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പും പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പും അവർ പാപസുരക്ഷിതർ തന്നെയാണ്, മാസൂമികൾ തന്നെയാണ്. മുമ്പ് പാപം ചെയ്തിരുന്ന ആളുകൾ പിന്നീട് പ്രവാചകത്വം നൽകപ്പെടുകയാണെങ്കിൽ ആ ഒറ്റ കാരണം പറഞ്ഞ ആളുകൾക്ക് അവരെ തള്ളാമല്ലോ. അതുകൊണ്ട് അവരുടെ ആ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള ജീവിതഘട്ടവും പരിപൂർണ ശുദ്ധമായിരിക്കും, പാപസുരക്ഷിതരായിരിക്കും അവർ. അതല്ലേ മക്കയിലെ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? സൂറത്ത് യൂനുസിലെ 16-ാമത്തെ ആയത്തിലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്കിടയിൽ ഞാൻ കുറേ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെൻ്റെ ജീവിതമൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആളുകളാണല്ലോ, അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 40 കൊല്ലത്തെ ജീവിതത്തിൽ വല്ല പാകപ്പിഴവുകളും ന്യൂനതകളും എന്നെപ്പറ്റി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞത് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരെല്ലാം പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറ്റത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്തത്. ദീനിൽ ആയത്തുകൾ വരുന്നുണ്ട്. സുലൈഖ, അസീസ്, കൊട്ടാരത്തിൽ സുലൈഖ ക്ഷണിച്ചു വരുത്തിയ കുലീന സ്ത്രീകൾ, അതേപോലെ തന്നെ സുലൈഖയുടെ കുടുംബത്തിലെ സാക്ഷി, ഇവരൊക്കെ ഈ സംഭവവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ടവരാണ്. അവരൊക്കെ പിന്നീട് മഹാനവറുകളെ കുറ്റവിമുക്തനാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സാക്ഷാൽ ഇബ്ലീസിൻ്റെ ഭാഷ്യമനുസരിച്ചും യൂസുഫ് നബി അലൈഹി സ്വലാം വിശുദ്ധൻ തന്നെയാണ്. അതായത് അല്ലാഹു തആല ഇബ്ലീസിനെ ശപിച്ചുവിട്ട് പുറത്താക്കിയപ്പോൾ അവൻ പറഞ്ഞിരുന്നല്ലോ, നിന്റെ ആത്മാർത്ഥരായ അടിമകളല്ലാത്തവരെ ഒക്കെ ഞാൻ എന്തായാലും വഴിതെറ്റിക്കും എന്ന്. സൂറത്തുൽ ഹിജ്റിൽ 40 സ്വാദ് 83. അതായത് അള്ളാഹുവിൻ്റെ ആത്മാർത്ഥരായ ദാസന്മാരെ ദുർമാർഗത്തിൽ ചാടിക്കാൻ ഇബ്ലീസിനാകില്ല എന്നാണ് അവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം എൻ്റെ ആത്മാർത്ഥരായ അടിമകളിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് 24-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം തീർത്തും പാപമുക്തനാണ്, ആക്ഷേപരഹിതനാണ് എന്ന് സ്പഷ്ടമാക്കി തന്നെ മനസ്സിലാക്കി തരുന്ന ആയത്തുകൾ നോക്കൂ. ഖുൽ മആദല്ലാഹി ഇന്നഹു റബ്ബി അഹ്സന മസ്വാ അല്ലേ? ഒന്നാമത്തെ കാര്യം, സുലൈഖ ബീവി ഈ വേണ്ടാത്ത പണിക്ക് ക്ഷണിച്ചപ്പോൾ അതിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് മഹാനവറുകൾ ചെയ്തത്. ദൃഢമനസ്കത വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഖുൽ മആദല്ലാഹ്, അല്ലാഹുവിൽ ശരണം, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇന്നഹു റബ്ബി, അവൻ എൻ്റെ നാഥനാണ്. വളരെ നല്ല നിലക്കാണ് അവൻ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് വസ്തബഖൽ ബാബ, 25-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. അവൾ വാതിലുകളൊക്കെ കൊട്ടിയടച്ചുവെങ്കിലും പിന്നെ ഓടി, വാതിലിൻ്റെ അടുത്തേക്ക് ഓടിയത് ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. പിന്നെ മൂന്നാമതായി ജയിൽ ശിക്ഷ മുന്നിൽ കാണുമ്പോഴെങ്കിലും ആരായാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെയാകട്ടെ സുലൈഖ ബീവിക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന ഒറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി, ജയിലിൽ പോകേണ്ടി വരില്ല. എന്നിട്ടും
യൂസഫ് നബി അലൈഹി സ്വലാം പ്രതികരിച്ചത് എന്താണ്? ഖാല റബ്ബുസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. 33-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്, പടച്ചവനെ, ഇവർ ക്ഷണിക്കുന്ന വേണ്ടാവൃത്തിയേക്കാൾ എനിക്കിഷ്ടം ജയിൽ തന്നെയാണ്. 4-മതായി, അള്ളാഹു ഒരാളെ ലോകത്തിന് മുമ്പിൽ പരസ്യമായി പ്രശംസിക്കണമെങ്കിൽ അയാൾ ചെറിയ പദവിയുള്ള ആളുകളൊന്നും ആയാൽ പോരാ. കാരണം വിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലുമൊക്കെ അത്യുന്നത പദവികളിലെത്തിയവർക്ക് പോലും അയാൾ മാതൃകയാകുമ്പോഴേ അള്ളാഹു അങ്ങനെ പ്രശംസിക്കുകയുള്ളൂ. യൂസുഫ് നബി അലൈഹി സ്വലാം ആകട്ടെ വളരെ നല്ല രീതിയിലാണ് അള്ളാഹു തആല മഹാനവറുകളെ പ്രകീർത്തിച്ചത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ ആത്മാർത്ഥരായ ദാസന്മാരിൽപ്പെട്ടവരാണ്. അതേപോലെ 22-ാമത്തെ ആയത്തിൽ ലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാ ഹുക്മൻ വഇൽമ, നമ്മൾ അദ്ദേഹത്തിന് തത്വജ്ഞാനവും വിവരമൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അവസരം കിട്ടിയപ്പോൾ വ്യഭിചാരത്തിന് ഒരുങ്ങിയ ഒരാളെ അള്ളാഹു തആല ഇങ്ങനെ സ്തുതിച്ചു പറയുമെന്ന് കരുതാമോ? അവസരം കിട്ടാത്തത് കൊണ്ട് വ്യഭിചരിക്കാത്തവൻ എന്ത് മഹത്താണുള്ളത്? കിട്ടിയിട്ടും അത് ഒരുങ്ങാതിരിക്കണം. ഇനി 5-മതായി, സുലൈഖാബിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ അവൾക്ക് പ്രതികൂലമായ സാക്ഷ്യം വഹിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, 26-ാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു ബന്ധുവല്ല അത്. അതേപോലെ സാധാരണഗതിയിലുള്ള ഒരു ബന്ധുവിൽ നിന്ന് അവളെ കുറ്റവിമുക്തയാക്കുന്ന, അവളുടെ കുലീനത കാത്തു സൂക്ഷിക്കുന്ന സാക്ഷ്യമേ ഉണ്ടാവാൻ തരമുള്ളൂ അല്ലേ. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാക്ഷി നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യാനല്ല ശ്രമിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. ചെറിയൊരു കുട്ടിയായിരുന്നു ഈ സാക്ഷി പ്രസ്താവന നടത്തിയതെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ സാക്ഷ്യത്തിന് വീണ്ടും മാറ്റുകൂടുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി, സംസാരപ്രായം എത്തിയിട്ടില്ലാത്തൊരു കുട്ടിയാണ് അത്രേ ഇങ്ങനെ സാക്ഷി പറഞ്ഞത്. ആ കുട്ടിയാണ് ഒരു ബലാത്കാര കേസിൽ സാക്ഷി പറയുക. അതൊരു മഹാത്ഭുതമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്താണത്. അപ്പോൾ ഈ സാക്ഷ്യവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരിശുദ്ധിയല്ലേ വിളിച്ചോതുന്നത്. ഇനി 6-മതായി, മറ്റൊരു അനിഷേധ്യ തെളിവാണ് സുലൈഖാ ബീവിയുടെ തന്നെ പ്രസ്താവന. അവർ പിന്നീട് സമ്മതിക്കുന്നുണ്ട്. 32-ാമത്തെ ആയത്തിൽ വരുന്നത് പോലെ, വലഖദ് റാവത്തുഹു അൻ നഫ്സി ഫസ്തഅസം, ഞാൻ ഇവനെ പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൻ വഴങ്ങിയില്ല. അപ്പോൾ വല്ല ചായവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവളതിൽ കടിച്ചു തൂകുമായിരുന്നു. അത് ഉറപ്പല്ലേ. പക്ഷെ അങ്ങനെ കടിച്ചു തൂങ്ങാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ചിന്ത പോലും മഹാനവറുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. 7-മതായി, ഭൗതിക മാധ്യമങ്ങളുടെ സഹായം കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലായിരുന്നു. കാരണം എല്ലാ ഭൗതിക സൗകര്യങ്ങളും മാധ്യമങ്ങളും കൈവശമുള്ള റാണിയാണ് സുലൈഖ. വലിയൊരു രാജാവിൻ്റെ പത്നിയാണ് സുലൈഖ. അവളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആവട്ടെ അള്ളാഹുവിനെ പേടിച്ച് മാത്രം ആ ആവശ്യം തിരസ്കരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചിട്ടാണ് മഹാനവറുകൾ മോചനത്തിന് തേടിയത്. അള്ളാഹു തആല ആ ദുആ കേൾക്കുകയും ചെയ്തു. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. 34-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവരുടെ ഗൂഢതന്ത്രം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്തു. ഒരു സവിശേഷമായ പശ്ചാത്തലത്തിൽ, 8-ാമത്തെ കാര്യം, ഒരു സവിശേഷമായ പശ്ചാത്തലത്തിൽ മഹാനാറുകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ രാജാവ് പിന്നീട് ഉത്തരവ് പുറപ്പെടുപ്പിക്കുന്നുണ്ട്. ഒരു ജയിൽ പുള്ളി ഏതു ചെറിയ പുൽക്കൊടി പിടിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുമല്ലോ അല്ലേ. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ആ ദൂതൻ നിങ്ങളെ ജയിൽ മോചിതനാക്കാൻ രാജാവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ മറുപടി പറഞ്ഞത് ആ ദൂതനോട്? ഇല്ല, ഞാനിപ്പോൾ ഇറങ്ങൂല, ഞാൻ ഇറങ്ങാൻ വരട്ടെ, നീ അസീസിനോട് ചെന്ന് ചോദിക്ക് ആ കൈമുറിച്ച പെണ്ണുങ്ങളുടെ വിവരം എന്താണ് എന്ന്, ഞാൻ കുറ്റക്കാരനാണോ അല്ലേ എന്ന് സുവ്യക്തമാകട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. 50-ാമത്തെ ആയത്തിൽ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ജയിൽ മോചിതനാവാനുള്ളൊരു സുവർണാവസരം ഉപയോഗപ്പെടുത്താതെ തൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള ഉത്കടമായ ആഗ്രഹമാണ് ആ പറച്ചിലുള്ളത്. ആ ദൂതൻ അങ്ങനെ തന്നെ പോയി അസീസിനോട് ആ വിഷയം പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തീർത്തും കുറ്റവിമുക്തനാണെന്ന് അവരെല്ലാവരും തുറന്നു പറയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം 51-ാം ആയത്തിൽ. 9-ാമതായി, ഖാലത്ത് ഇംറഅത്തുൽ അസീസി അൽആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വഇന്നഹു ലമിനസ് സാദിഖീൻ. ഇപ്പോഴാണ് സത്യം വെളിച്ചത്തായത്, അവനെ പാട്ടിലാക്കാൻ ഞാനാണ് തുനിഞ്ഞത്, അവൻ സത്യസന്ധരിൽപ്പെട്ട ആൾ തന്നെയാണ് തീർച്ച എന്ന് സുലൈഖാ ബീവിയുടെ അവസാന പ്രഖ്യാപനം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പരിശുദ്ധനാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരികയാണ്. 10-ാമതായി,
കുറ്റകൃത്യം ചെയ്യാൻ ഒരുങ്ങുകയോ അക്കാര്യം മനസ്സുകൊണ്ട് തീരുമാനിക്കുകയോ ചെയ്യുന്നത് പോകട്ടെ, ആ വിഷയത്തിലേക്കോ അവളിലേക്കോ ബോധത്തോടെയുള്ള ഒരു ചായ്വ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരു ചായ്വ് പോലും മഹാനവറുകൾക്കുണ്ടായിട്ടില്ല. ഈ പെണ്ണുങ്ങളുടെ വഞ്ചനാപരമായ പ്രവൃത്തി എന്നിൽ നിന്ന് തിരിച്ചു കളയുന്നില്ല എങ്കിൽ ഞാൻ അവരിലേക്ക് ചായ്വുള്ളവനാകും, തന്മൂലം ഞാൻ മൂഢന്മാരിൽ പെട്ടുപോകും എന്ന് 33-ാമത്തെ ആയത്തിൽ കാണുന്ന പോലെ യൂസഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ വഞ്ചന എന്നിൽ നിന്ന് തിരിച്ചില്ല എങ്കിൽ ഞാനത് ചെയ്തു പോകും എന്നല്ല മഹാനവറുകൾ പറഞ്ഞത്. നല്ലോണം ആലോചിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്നെ ഇവരുടെ വഞ്ചനയിൽ നിന്ന് നീ തിരിച്ചില്ല എങ്കിൽ ഞാനത് ചെയ്തു പോകും എന്നല്ല, ഞാൻ അവരിലേക്ക് ചായ്വുള്ളവനാകുമെന്നാണ് പറഞ്ഞത്. ആൾറെഡി ചായ്വുള്ള ഒരാൾ പിന്നെയും ഇങ്ങനെ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ചായ്വേ ഇല്ല എന്നർത്ഥം. ഈ ഒരു ചായ്വ് ഉണ്ടാകുന്നത് തന്നെ ജാഹിലുകളുടെ അടയാളമാണ് എന്നാണ് മഹാനവറുകൾ മനസ്സിലാക്കുന്നത്. മനസ്സിൽ അവളോടും ദുഷ്വൃത്തിയിലേക്കും ഈ വേണ്ടാത്ത വൃത്തിയിലേക്കും ചായ്വ് ഉണ്ടായിട്ടും ഭംഗിവാക്കായിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഞാൻ അവരിലേക്ക് ചായ്വുള്ളവനായി പോകും എന്ന് പറഞ്ഞത് എന്നാണ് വാദമെങ്കിൽ അത് കാപഢ്യമല്ലേ? ആ കാപഢ്യം അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിക്കുമോ? അങ്ങനൊരു ചായ്വ് ഉണ്ടായിട്ടും ഞാൻ അങ്ങനെ നീ തിരിച്ചു വിട്ടില്ലെങ്കിൽ ഞാൻ ചാഞ്ഞു പോകും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണെങ്കിൽ അതിന് നിഫാഖല്ല, കാപഢ്യമല്ലേ? ഒരു പ്രവാചകന് അത് ഉണ്ടാവുമോ? ഉണ്ടായാൽ തന്നെ ആ നിഫാഖ് ഇവിടെ അല്ലാഹു തആല ഉദ്ധരിക്കുമോ? വലിയ വിഷയങ്ങളല്ല അതൊക്കെ. അപ്പം അങ്ങനെ ചായ്വേ ഇല്ല മഹാനവറുകൾക്ക്. ഇവിടെ ഈ വാദങ്ങളുടെ മറുവാദക്കാർ മറുപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തോ ചില അത്ഭുത കാര്യങ്ങളും അസാധാരണ സംഭവങ്ങളും കണ്ടിട്ടല്ല യൂസഫ് നബി അലൈഹി പിന്മാറിയത് എങ്കിൽ പിന്നെ ലൗലാ അർ-റഅ എന്ന പരാമർശത്തിൻ്റെ പ്രസക്തി എന്താണ്? അവർ പറയാം, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അസാധാരണമായ എന്തൊക്കെയോ കണ്ടിട്ടല്ല യൂസഫ് നബി അലൈഹി സ്വലം പിന്മാറിയത് എങ്കിൽ ഈ പറയപ്പെട്ട ലൗല എന്നതിൻ്റെ പ്രസക്തി എന്താണ്? ലൗലാ അർ-റഅ ബുർഹാന റബ്ബി എന്നതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ചോദിക്കാൻ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ബുർഹാൻ എന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട്. ഒരു പ്രത്യേക അത്ഭുതം അവിടെ ഉണ്ടായി എന്നോ ആരെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അടിച്ചു പിന്തിരിപ്പിച്ചു എന്നോ ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ വ്യഭിചാരവും ഹീനവൃത്തിയും നിഷിദ്ധ കാര്യമാണെന്നതിനുള്ള ദൃഷ്ടാന്തങ്ങളും വ്യഭിചാരി അള്ളാഹുവിൽ കഠിന ശിക്ഷയ്ക്ക് വിധേയനാകുമെന്നതിൻ്റെ തെളിവുകളുമൊക്കെ നേരത്തെ തന്നെ മഹാനവറുകൾക്ക് അറിയാമായിരുന്നു. അതാണ് ബുർഹാൻ. പ്രവാചകന്മാരെ അല്ലാഹു തആല വേണ്ടാവൃത്തികളിൽ നിന്ന് വിമുക്തരാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, മാസൂമികളാണവർ. മാത്രമല്ല പ്രവാചകന്മാരുള്ള വീട് തന്നെ ആ ബന്ധം കാരണം വിശുദ്ധമാണ് എന്നാണ് ഖുർആൻ്റെ അധ്യാപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ അല്ലാഹു തആല പരിശുദ്ധരാക്കിയിട്ടുണ്ടല്ലോ. അൽ-അഹ്സാബ് 33 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ അഹ്ലൽ ബൈത്ത് വയുത്വഹിറകും തത്വഹീറാ. പ്രവാചക ബന്ധം കൊണ്ട് തന്നെ ഒരു വീട് ശുദ്ധമാവുകയാണ്. അപ്പം എന്തു മനസ്സിലാക്കാം? സൽസ്വഭാവം, സദാചാരബോധം, സമുന്നതമായ ധാർമ്മിക ചിന്ത, ഇതൊക്കെയായിരുന്നു ആ ബുർഹാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുമൊക്കെ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ എന്തോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ ആ സംഭവിച്ചത് കൊണ്ടാണ് ആ തെറ്റിൽ നിന്ന് പിന്മാറിയത് എന്നല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം മഹാനവറുകളിൽ നിന്ന് ഈ വേണ്ടാവൃത്തി തട്ടിമാറ്റാൻ വേണ്ടിയാണ് നാം ഇപ്രകാരം ചെയ്തത് എന്ന് 24-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടല്ലോ. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശ. അപ്പോൾ വിശുദ്ധനാക്കണമെന്ന് അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ച ഒരാളിൽ നിന്ന് വ്യഭിചാരത്തിനുള്ള വിചാരം പോലും ഉണ്ടാവുക എന്നത് അസംഭവം തന്നെയല്ലേ? മാത്രമല്ല മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ദുഷ്പ്രേരണകളെല്ലാം തന്നെ പ്രവാചകത്വത്തിൻ്റെ പവിത്രത കാക്കാൻ അല്ലാഹു തആല തട്ടി നീക്കും എന്നതാണ് ചരിത്രം. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ആടുമേച്ചിരുന്ന സന്ദർഭം ഒരു പാട്ടുകച്ചേരിയിലേക്ക് പോകാനൊരുങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കം നൽകി അല്ലാഹു തആല അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ടല്ലോ. ചരിത്രമല്ലേ? അപ്പോൾ പ്രവാചകന്മാർ അല്ലാഹു തആല കാത്തു സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശ. തിന്മയും നീചവൃത്തിയും യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു സുദൃഢമായ നയവും നിലപാടും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് നാം അവസരം നൽകിയത് എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലാഹു തആല തിന്മയും നീചവൃത്തിയും തടയാൻ ഉദ്ദേശിച്ചിരുന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം അത് ചെയ്യാൻ കരുതി എന്ന് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമല്ലേ നമ്മൾ അങ്ങനെ കരുതുന്നത്? അല്ലാഹു തആല തിന്മയും നീചവൃത്തിയും
തിരിച്ചുവിടാനും തടയാനും ഉദ്ദേശിച്ചിട്ടും മഹാനവറുകൾ അങ്ങനെ കരുതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാണ്? അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ ശരിയല്ല എന്നർത്ഥം. ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലസീൻ, നിശ്ചയമായും അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ടദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന ആ ആയത്തിൻ്റെ അവസാന വാക്യം വളരെ ശ്രദ്ധേയമാണ്. അൽ മുഖ്ലസീൻ എന്ന അവസാനത്തെ വാക്ക് ഒഴിവാക്കി മിൻ ഇബാദിന എന്ന് മാത്രം പറയുമ്പോൾ തന്നെ അതിവിശിഷ്ടമായ വ്യാപകമായ അർത്ഥമാണ് ലഭിക്കുന്നത്. നമ്മുടെ അടിമകൾ എന്ന് മിക്ക സ്ഥലങ്ങളിലും ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ചാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇന്നഹും മിൻ ഇബാദിന എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ശ്രേഷ്ഠതയാണ്. നമ്മുടെ അടിമകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. മുഖ്ലസിൻ എന്ന് പറയാതെ തന്നെ ഇബാദിന എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും അത് വലിയ ഒരു സ്ഥാനമായിരുന്നു മഹാനവറുകൾക്ക് നേടിക്കൊടുത്തിരുന്നത്. കാരണം എന്താ? മിൻ ഇബാദിന എന്ന് അല്ലാഹു തആല ഖുർആൻ പലയിടത്തും തൻ്റെ പ്രവാചകന്മാരെ പുകഴ്ത്തി പറയാനാണ് ഉപയോഗിച്ചത്. അൽ ബഖറ 23 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം അബ്ദ് എന്ന് പറയുന്നത്, നമ്മുടെ അടിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. സൂറത്തുൽ അൻഫാൽ 41 ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ. ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ സ്വാദ് 45 അസ്സാഫാത്ത് 171 ഫാത്തിർ 32 നമ്മുടെ അടിമകൾ എന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ. കദ്ദബത് ഖബ്റഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദന, അത് നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് നമ്മുടെ അടിമ എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നിലേക്ക് ചേർത്തി പറഞ്ഞ് നമ്മുടെ അടിമ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ തന്നെ അത് വലിയ മഹത്വത്തിലേക്കുള്ള സൂചനയാണ്. അതിന് പുറമെയാണ് ഇവിടെ മുഖ്ലസീൻ എന്നുകൂടെ പറഞ്ഞത്. ആത്മാർത്ഥരായ, ഉത്കൃഷ്ടരായ എന്ന വിശേഷണം കൂട്ടി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ വേണ്ടാവൃത്തി ചെയ്യാൻ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വമേധയാ ഉദ്ദേശിച്ചുവെന്നോ ആഗ്രഹിച്ചുവെന്നോ ഒരുങ്ങിയെന്നോ ഒരിക്കലും പറയാനാവില്ല. അങ്ങനെ പറയുന്നവർക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകൾ നിരത്തി പേജുകളോളം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ. പിന്നെ ചോദിച്ചേക്കാം, ചില റിപ്പോർട്ടുകളിൽ അത്തരം ചില പരാമർശങ്ങൾ ഉണ്ടല്ലോ. ആ റിപ്പോർട്ടുകളുടെ നിവേദക ശൃംഖലയിലെ ആളുകൾ എല്ലാവരും സത്യസന്ധരാണ് എന്ന് ആർക്കാണ് ഉറപ്പ് തരാൻ കഴിയുക? ഇതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി ചോദിക്കുന്നത്. ആ നിവേദകരെ സത്യസന്ധരാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറ്റവാളിയാക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രസക്തമായ ചോദ്യമാണ്. ആ റിപ്പോർട്ടുകൾ പറഞ്ഞ ആളുകൾക്ക് സത്യസന്ധരും മഹാനായ പ്രവാചകൻ മോശക്കാരനുമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അതിന് ഒരുങ്ങിയെന്ന് പോലും നമ്മൾ പറയാൻ പറ്റൂല. വഹമ്മ ബിഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം കുറ്റം ചെയ്യാൻ ഒരുങ്ങി എന്ന് വ്യക്തമാക്കുന്ന സലഫിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രസ്താവനകളൊന്നും തന്നെ കുറ്റമറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നാം വിശ്വസിക്കുന്നില്ല എന്നാണ് ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വിശ്വാസയോഗ്യമല്ല. കാരണം പരസ്പര ഭിന്നങ്ങളായ വ്യാജ പ്രസ്താവനകളാണത്. ആ റിപ്പോർട്ടുകൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. സാധാരണ തെമ്മാടികളെക്കുറിച്ച് പോലും അത്തരം പരാമർശങ്ങൾ അപമാനകരമാണ്. പിന്നെ എങ്ങനെയാണ് ഉറപ്പായും മാസൂമായ പാപവിമുക്തരായ പ്രവാചകന്മാരിൽ നിന്ന് അത്തരം ഹീനകൃത്യങ്ങൾ ഉണ്ടാവുക? മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം കുറ്റം ചെയ്യാൻ തുടങ്ങി എന്ന് സ്പഷ്ടമാക്കുന്ന പ്രസ്താവനകൾ അത്രയും കെട്ടുകഥകളാണ്, വ്യാജമാണ്. എല്ലാ ചെവികളും അത് തള്ളിക്കളയും, മനസ്സുകളെ തിരസ്കരിക്കുകയും ചെയ്യും എന്നാണ് മഹാന്മാരായ ഇമാം ഖാദി മുഹമ്മദ് മുസ്തഫ തഹാവി, അബു സഊദിനെ പോലെയുള്ള മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം, ആയത്തിൻ്റെ വഹമ്മ ബിഹ എന്ന ശകലത്തിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ആ ആയത്ത് വിശദീകരിച്ചതുപോലെ ഒരിക്കലും പ്രവാചകന്മാരെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ 25-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇനി ശേഷം എന്താണ് നടന്നത് എന്നാണ് പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം കുതറി മാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. വാതിൽക്കിലേക്ക് ഓടി. തൻ്റെ താല്പര്യത്തിന് വഴങ്ങാതെ അവനെ വിട്ടുകൂടാ എന്ന് തീരുമാനിച്ച് സുലൈഖയും പിന്നാലെ ഓടി. യൂസുഫ് നബി അലൈഹി സ്വലാം ഓടിയപ്പോൾ മഹാനവരുടെ കുപ്പായം പിന്നിൽ നിന്ന് സുലൈഖ ശക്തമായി പിടിച്ചു വലിച്ചു. ആ ഓട്ടത്തിൻ്റെ വേഗത കൊണ്ട് കുപ്പായം കീറിപ്പോയി. അപ്പോഴേക്കും അദ്ദേഹം മുന്നിലായും ഇവൾ പിന്നിലുമായി വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു.
യൂസുഫ് നബി അലൈഹി സ്വലാം ഒരുവിധം വാതിൽ തുറന്ന് യജമാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വാതിൽക്കൽ അസീസ്. തികച്ചും അപ്രതീക്ഷിതമായൊരു വരവാണത്. അസീസ് കൊട്ടാരത്തിലില്ലാതിരുന്ന സമയത്ത് പെട്ടെന്നൊന്നും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സുലേഖ ഈ പണിക്കൊരുങ്ങിയത്. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ഭർത്താവ് ഇതാ കൺമുമ്പിൽ നിൽക്കുന്നു. ബേജാറായി വെപ്രാളമായി ഹൃദയം പിടപെടക്കുന്നുണ്ട്. പക്ഷേ ആലോചിക്കാൻ സമയമുണ്ടാവും, മുഖം രക്ഷിക്കണ്ടേ. സുലേഖ കുതന്ത്രം മെനയുകയാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞിപ്പിച്ചു, ഇതാ ഇവൻ എന്നെ കയറിപ്പിടിക്കാൻ ശ്രമം നടത്തി, ദുർവൃത്തി ചെയ്യാൻ, വ്യഭിചാരം ചെയ്യാൻ എന്നെ പിടിച്ചു വലിക്കുന്നു, ബലാത്സംഗം ചെയ്യാൻ പിടിച്ചു വലിക്കുന്നു എന്നെ. ഒരിക്കലും ഇവനെ വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ അങ്ങയുടെ പത്നിയെ വ്യഭിചരിക്കാൻ ശ്രമം നടത്തുന്ന ഇവനെ ജയിലിലിടണം, അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കണം. അത് കാരണം പറഞ്ഞ് അവൾ പ്ലേറ്റ് മാറ്റി. അവൾ പറയാ, താങ്കൾ കൺമുന്നിൽ കണ്ട ഈ ബലാത്കാര ശ്രമത്തിന് യൂസുഫാണ് ഉത്തരവാദി. ഇതിക്കാര്യത്തിന് മുതിർന്ന അവനെ ഒന്നുകിൽ ജയിലിലിടണം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നൽകണം. ആയത്ത് നോക്കൂ, 25-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. واستبق الباب. അവർ രണ്ടുപേരും മത്സരിച്ചോടി. അവർ രണ്ടുപേരും മുന്നിലും പിന്നിലുമായി വാതിലിനടുത്തേക്ക് മത്സരിച്ചോടി. യൂസുഫ് നബി അലൈഹി സ്വലാം മുന്നിലോടി, ബാക്കിൽ സുലേഖാനെ പിടിക്കാൻ ഓടി, മഹാനവറുകൾ പിടിക്കാൻ ഓടി. വഖദ്ദത് ഖമീസഹു മിൻ ദുബർ. വഖദ്ദത് അവൾ കീറി, വലിച്ചു കീറി. വഖദ്ദത് അവൾ വലിച്ചു കീറി. ഖമീസഹു മഹാനവറുടെ കുപ്പായം, മിൻ ദുബുരിൻ പിറകിൽ നിന്ന്. മുന്നിലോടുമ്പോൾ അങ്ങനെയല്ല, പിറകിൽ നിന്ന് പിടിച്ചാൽ ബാക്കി ഭാഗമാണല്ലോ കീറുക. അങ്ങനെ പിടിച്ചു കീറി. വാൽഫയ അവർ രണ്ടുപേരും യാദൃച്ഛികമായി കണ്ടു സയ്യിദഹ അവളുടെ യജമാനനെ ലദൽ ബാബി വാതിലിൻ്റെ അടുക്കൽ. തത്സമയം യാദൃച്ഛികമായി അവളുടെ ഭർത്താവ് വാതിൽക്കലുള്ളത് ഇരുവരും കണ്ടു. വാൽഫയ ഇരുവരും കണ്ടു സയ്യിദഹ അവളുടെ യജമാനനെ ലദൽ ബാബി വാതിലിൻ്റെ അടുക്കൽ. അപ്പം ഇനി സുലൈഖ ബീവി പ്ലേറ്റ് മാറ്റാണ്. ഖാലത്ത് അവൾ പറഞ്ഞു, മാ ജസാഉ എന്തു പ്രതിഫലം നൽകാനാണ്, മൻ അറാദ ബി അഹ്ലിക അങ്ങയുടെ ഭാര്യയെ സൂഅൻ അങ്ങയുടെ ഭാര്യയെ വേണ്ടാവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്ക് എന്ത് പ്രതിഫലം കൊടുക്കാനാണ്, ഇല്ല അൻ യുസ്ജന തടവിലിടുക എന്നതല്ലാതെ, ഔ അദാബുൻ അലീം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ കൊടുക്കുക എന്നതല്ലാതെ. താങ്കളുടെ സഹധർമ്മിണിയുമായി വേണ്ടാവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ച ഇവനെ ജയിലിലടക്കുകയോ വേദനാജനകമായ ശിക്ഷയ്ക്ക് വിധേയനാക്കുകയോ അല്ലാതെ മറ്റെന്ത് പ്രതിഫലം നൽകാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മാനസികാവസ്ഥ. അടിമച്ചന്തയിൽ നിന്ന് മോചിപ്പിച്ച് പിതൃതുല്യമായ സ്നേഹം കാണിച്ച അത്യുദാരനായ അസീസിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ മുതിർന്നവനായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഈ വലിയ വലിയ ആളുകൾ എന്നും ഇങ്ങനെ തന്നെയാണ് അല്ലേ? കുറ്റം മറ്റുള്ള ആളുകളുടെ മേൽ ചാർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെയും അതാണ് നടന്നത്. സംഭവം തകിടം മറിച്ച് നിരപരാധിയായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്മേൽ കുറ്റം ചാർത്താനുള്ള ശ്രമം നടത്തുകയാണ് സുലേഖ. പലപ്പോഴും സ്ത്രീകൾ പയറ്റാറുള്ളൊരു അടവാണിത്. സ്വന്തം ഇഷ്ടപ്രകാരം നീണ്ടകാലം വ്യഭിചാരം നടത്തി വഴിയെ ശേഷം ബലാത്സംഗത്തിന് കേസ് കൊടുക്കുന്ന 100 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടല്ലോ. നമ്മൾ നിത്യം കാണുന്നതല്ലേ. പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടികൾ നടത്തും. അവരുടെ താല്പര്യപ്രകാരം ഒരുപാട് കാലം മറ്റൊരുത്തനുമായി കാമകേളികൾ നടത്തി അവസാനം എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആ നടത്തിയ ആൾക്കെതിരെ വ്യഭിചാരത്തിന് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് കേസ് കൊടുക്കും. എന്നെ നിർബന്ധപൂർവം ബലാത്കാരം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. അതേ അടവാണ് ഇവിടെ സുലൈഖ ബീവി പറ്റുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 26-27 ആയത്തുകൾ. മഹാനവറുകൾ സത്യം തുറന്നു പറഞ്ഞു, അല്ല ഞാനല്ല അതിനുത്തരവാദി. അവൾ പറഞ്ഞതുപോലെയല്ല സംഭവം. വേണ്ടാത്തരം ചെയ്യാൻ അവളാണ് എന്നെ ക്ഷണിച്ചത്. അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഭാര്യ പറഞ്ഞത് അസീസ് കണ്ണുമടച്ച് അംഗീകരിക്കുകയാണ് ചെയ്യുക. പക്ഷേ കുറേ വർഷങ്ങളായി യൂസുഫ് നബി അലൈഹി സ്വലാമിന് നന്നായി അറിയാവുന്ന ആളാണ് അസീസ്. അടിമയായി കൊട്ടാരത്തിലെത്തിയ ഒരാൾ തൻ്റെ യജമാനത്തിയോട് ഇത്തരം ധിക്കാരത്തിന് മുതിരുക എന്നത് അസാധാരണമാണ്. മാത്രമല്ല സുലൈഖയാണെങ്കിലോ ഇപ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. താൻ ആകെ കൂടി ഒരു ആശയമൊക്കെ ഇപ്പോൾ എന്തു ചെയ്യുന്ന മൂപ്പരിങ്ങനെ ധർമ്മസങ്കടത്തിലായി. യൂസുഫിനെ കുറിച്ച് നന്നായി അറിയാം, അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത ആളാണ് അലൈഹിസ്സലാം.
പിന്നെ ഇപ്പം എൻ്റെ ഭാര്യ എങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഒരു സാക്ഷി വരുന്നത്. ആ സാക്ഷിയാകട്ടെ സുലൈഖ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ സാക്ഷി അവളുടെ ബന്ധു തന്നെയാവുക, ആ സാക്ഷ്യം അവൾക്കെതിരെ കൂടിയാവുക, ഇത് യൂസഫ് നബി അലൈഹി സ്വലാമിനെ നിരപരാധിത്വത്തിൽ നിന്ന് യൂസഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണ് എന്ന് കൂടുതൽ ദൃഢത നൽകുന്നാലേ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഏതായാലും ആ സാക്ഷി വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഈ പ്രശ്നത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താവുന്ന വഴി ഞാൻ പറഞ്ഞു തരാം. യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായം മുൻഭാഗമാണ് കീറിയത് എങ്കിൽ സുലൈഖ പറഞ്ഞത് ശരിയാണ്, യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് നുണയാണ്. മറിച്ച് പിന്നിൽ നിന്നാണ് ഡ്രസ്സ് കീറിയത് എങ്കിൽ അവളുടെ പ്രസ്താവം തെറ്റാണ്, യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ശരിയുമാണ്. ഇങ്ങനെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. യൂസഫ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് ബലാത്കാരത്തിന് ശ്രമിക്കുകയും അവളത് തടയുകയും ചെയ്തതാണെങ്കിൽ രണ്ടുപേരും മുഖാമുഖം നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ അവൾ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ മുൻഭാഗത്ത് ശക്തമായി പിടിക്കാനും ബലപ്രയോഗത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ മുൻഭാഗമാണ് കീറുക. യൂസഫ് നബി അലൈഹി സ്വലാം അങ്ങോട്ടാണ് കയറി പിടിച്ചതെങ്കിൽ അല്ലേ, രണ്ടുപേരും മുഖാമുഖം നിൽക്കും. അപ്പോൾ ആ തർക്കത്തിൻ്റെ ഇടയിൽ അവസാനം കുപ്പായം പിടിച്ച് മുൻഭാഗമാണ് കീറുക. നേരെ മറിച്ച് സംഗതി തിരിച്ചാണെങ്കിൽ അവളാണ് യൂസഫ് നബി അലൈഹി സ്വലാമിനെ ഇതിന് പ്രേരിപ്പിച്ചത് എങ്കിൽ യൂസഫ് നബി അലൈഹി സ്വലാം അവിടുന്ന് ഓടാൻ ശ്രമിക്കും. അങ്ങനെ ഓടുമ്പോൾ പിൻഭാഗമാണ് സുലൈഖ ബീവിക്ക് അഭിമുഖമായിട്ടുണ്ടാവുക. ആ ഓടുമ്പോൾ പിന്നിന്ന് കുപ്പായം പിടിച്ചാൽ കുപ്പായത്തിൻ്റെ പിൻഭാഗം കീറും. ഇതാണ് സാക്ഷിയുടെ കാഴ്ചപ്പാട്. ആയത്ത് നോക്കാം, 26-27. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ وإن كان قميصه قد من دبر فكذبت وهو من الصادقين. قال യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹിയ അവളാണ് റാവദത്നി എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. ഹിയ റാവദത്നി അൻ നഫ്സി അവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. റാവദ അൻ എന്നാണ് ഉപയോഗിക്കുക. ഹിയ റാവദത്നി അൻ നഫ്സി അവളാണ് എന്നെ പാട്ടിലാക്കാൻ ശ്രമിച്ചത്. വശഹിദ സാക്ഷ്യം പറഞ്ഞു. ഷാഹിദും മിൻ അഹ്ലിഹാ സുലൈഖ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാക്ഷ്യം ബോധിപ്പിച്ചു. എന്താ ബോധിപ്പിച്ചത്? ഇൻകാന ഖമീസുഹു യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായമാണെങ്കിൽ ഖുദ്ദ കീറപ്പെട്ടതാണെങ്കിൽ മിൻ ഖുബുലിൻ മുൻഭാഗമാണ് മുൻവശമാണ് കീറപ്പെട്ടത് എങ്കിൽ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായം മുൻഭാഗത്താണ് കീറിയത് എങ്കിൽ ഫസദഖത് അവൾ പറഞ്ഞത് ശരിയാണ്. വഹുവ യൂസഫ് നബി അലൈഹി സ്വലാം മിനൽ കാദിബീൻ വ്യാജം പറഞ്ഞവരിൽപ്പെട്ടവനുമാണ്. ഇനി വഇൻകാന ഖമീസുഹു ഇനി യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായമാണെങ്കിൽ ഖുദ്ദ മിൻ ദുബുരിൻ പിൻവശത്താണ് കീറിയിട്ടുള്ളത് എങ്കിൽ, ദുബുർ എന്ന് പറഞ്ഞാൽ പിൻവാഹം, ഖുദ്ദ മിൻ ദുബുരിൻ പിൻവശത്താണ് കീറിയിട്ടുള്ളത് എങ്കിൽ ഫകദബത് അവൾ പറഞ്ഞത് നുണയാണ്. വഹുവ മിനസ് സ്വാദിഖീൻ യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അദ്ദേഹം സ്വാദിഖ്യങ്ങളിൽപ്പെട്ട ആളുമാണ്, സത്യം പറഞ്ഞവരിൽപ്പെട്ടവനുമാണ്. എന്നാണ് മാനവർ പറഞ്ഞത് സത്യമാണെന്ന്. ഏതായാലും ഇങ്ങനെ സാക്ഷി അവിടെ ഇടപെടുകയാണ്. ഈ കേസിന് തുമ്പുണ്ടാക്കിയ സാക്ഷി ആരായിരുന്നു എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഷാഹിദും മിൻ അഹ്ലിഹ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ. ഈ സ്വന്തത്തിൽപ്പെട്ട സാക്ഷികൾ ആ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ സംശയിക്കാലോ. പക്ഷേ അവർക്ക് ദോഷകരമായി തീരുന്ന തെളിവാണ് കൊണ്ടുവന്നതെങ്കിൽ അത് എതിർകക്ഷിയുടെ സത്യസന്ധതയും പരിശുദ്ധിയെയും കൂടുതൽ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് വശഹിദ ഷാഹിദുൻ മിൻ അഹ്ലിഹ എന്നുള്ള അത്ര പറഞ്ഞത്. അവളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇതിന് അവൾക്കെതിരെ സാക്ഷി പറയാണ്. ഈ സാക്ഷി അവളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ പെട്ട ആളായിരുന്നു എന്നും ചെറിയൊരു കുട്ടിയായിരുന്നു എന്നും അല്ല എന്നും നമുക്ക് അഭിപ്രായങ്ങളുണ്ട്. ശൈശവ പ്രായത്തിലുള്ള തൊട്ടിലിൽ കിടക്കുന്ന പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതേപോലെ മറ്റു പല മഹാന്മാരും പറയുന്നത്. സുലൈഖ ബീവിയുടെ അമ്മാവൻ്റെ കുട്ടിയായിരുന്നു എന്നൊരു അഭിപ്രായവും ഉണ്ട്. സത്യനിഷ്ഠനായ തൻ്റെ ഇഷ്ടമിത്രമായ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ നിഷ്കളങ്കത വ്യക്തമാക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു അത്ഭുത കൃത്യം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുക. അതല്ല, ഈ സാക്ഷി പറഞ്ഞ ആൾ നല്ല ബുദ്ധിയുള്ള ചിന്താശീലനായ മുതിർന്ന ഒരാളായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന മുഫസ്സിറുകളും ഉണ്ട്. ഇനി നമ്മൾ 28-ാമത്തെ ആയത്തിലേക്ക് കടക്കും. ഏതായാലും ഈ സാക്ഷിയുടെ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയാണ്. കുപ്പായം പരിശോധിച്ചു. അപ്പോഴോ പിൻഭാഗമാണ് കീറിയിട്ടുള്ളത്. കുപ്പായത്തിൻ്റെ
പിൻഭാഗത്താണ് കയറലുള്ളത്. യൂസഫ് നബി അലൈഹി സ്വലാം കുറ്റവിമുക്തനായി. കുഴപ്പങ്ങൾക്ക് കാരണം വല വീശാൻ തുടങ്ങിയതുമൊക്കെ സുലേഖയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി. അപ്പോൾ അസീസ് പറഞ്ഞു, ആ വിഷയം തുറന്നു പറഞ്ഞു ഭാര്യയോട്, നിങ്ങൾ പെണ്ണുങ്ങൾ വലിയ കുതന്ത്രക്കാരാണ്, ആ ഗണത്തിൽ വിദഗ്ധമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കുതന്ത്രമാണിത് എന്ന് സ്വന്തം ഭാര്യയോട് അദ്ദേഹം തുറന്നു പറഞ്ഞു. യൂസഫ് നബി അലൈഹി സ്വലാം വിശുദ്ധനാണെന്ന് മനസ്സിലാക്കാൻ ഈ സാക്ഷി പറഞ്ഞ വഴിയല്ലാതെ വേറെയും ധാരാളം സാഹചര്യ തെളിവുകളുണ്ട് അവിടെ. കാരണം വാതിൽ തുറന്ന ഉടനെയാണ് അസീസ് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ യൂസഫ് നബി അലൈഹി സ്വലാമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് അസീസിന് വ്യക്തമായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെടുകയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാരാണെന്ന് ആർക്കും മറ്റൊന്നിടത്തിൽ മനസ്സിലാക്കുമല്ലോ. മാത്രമല്ല ആ സമയത്ത് സുലൈഖ ബീവിയാട്ടെ നല്ല ആഭരണങ്ങളും മറ്റൊക്കെ അണിഞ്ഞ് സുന്ദരിയായി ഒരുങ്ങി നിന്നിരുന്നു എന്നത് മറ്റൊരു തെളിവാണ്. യൂസുഫ് അലൈഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ഒരുക്കമല്ല. അപ്പോൾ ആരാണ് ഈ പണിക്ക് നേരത്തെ കരുനീക്കം നടത്തിയത് എന്ന്, ഒരുക്കങ്ങൾ നടത്തിയത് എന്ന് വ്യക്തമാണല്ലോ. പിന്നെ മാത്രമല്ല, ഏതാനും വർഷങ്ങളായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വിശുദ്ധമായ ജീവിതശൈലി അവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇത്തരമൊരു ഹീനകൃത്യത്തിന് ഒരിക്കലും മുതിരാത്ത പ്രകൃതമാണ് മഹാനവകൾ എന്നും അറിയാം. ഇതൊക്കെ അവർക്ക് തെളിവാണ്. 28-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. ഫലമ്മാ റഅ, അങ്ങനെ കണ്ടപ്പോൾ, ഖമീസഹു, തൻ്റെ കുപ്പായം, ഖുദ്ദ മിൻ ദുബുരിൻ, പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ, യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞത്രേ, ആര്? അസീസ് പറഞ്ഞത്രേ, ഇന്നഹു, തീർച്ചയായും ഈ കാര്യം മിൻ കൈദിക്കുന്ന, നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. പെണ്ണുങ്ങളെ, നിങ്ങളുടെ പെൺകുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന അളീം, തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഗൗരവതരം തന്നെയാണ്. നിങ്ങൾ വല്ലാത്ത കുതന്ത്രത്തിൻ്റെ ആൾക്കാരാണ്. ഇന്ന കൈദക്കുന്ന, തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രങ്ങൾ അളീമുൻ, ഗൗരവതരമാണ്. ഇന്ന കൈദക്കുന്ന അളീം, പെട്ടെന്ന് തന്നെ ഒരാലോചനക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഒരു സ്വഭാവം പൊതുവെ പെണ്ണുങ്ങൾക്കുണ്ട്. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ അവർക്ക് കഴിയും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ത്രീ സഹജമായ ഈ സ്വഭാവത്തെ പറ്റിയാണ് ഇന്ന കൈദക്കുന്ന അളീം എന്ന് പറയുന്നത്. സുലൈഖ ബീവിയുടെ തീരെ ആലോചിക്കാൻ നിന്നിട്ടില്ല, പെട്ടെന്ന് അല്ലേ ആ കുറ്റം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചാർത്തി രക്ഷപ്പെടുകയാണ്. 29-ാമത്തെ ആയത്ത് നോക്കൂ. ഇവിടെ ഭാര്യയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് അസീസിന് ബോധ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ആളുകൾ അറിഞ്ഞാൽ നാടക്കാടാണ്, എങ്ങനെ പുറത്തിറങ്ങി നടക്കും? യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ആശ്രിതനാണ്. ആ യൂസുഫ് ഇത് പരമരഹസ്യമാക്കി സൂക്ഷിക്കുക എന്നത് മാത്രമേ മുഖം രക്ഷിക്കാൻ വഴിയുള്ളൂ. മൂപ്പരത് ആരോടും പറയാതിരിക്കണം, അതാ പാകളൊരു വഴി. അരമന രഹസ്യം പാട്ടാകാതിരിക്കാൻ വേണ്ടി അസീസ് പറഞ്ഞു, യൂസുഫെ അലൈഹിസ്സലാം, അവൾക്കൊരു അബദ്ധം സംഭവിച്ചു, ശരിയാണ്, പക്ഷേ ഇത് നീ കാര്യമാക്കണ്ട, അതങ്ങ് അവഗണിച്ചേക്കുക, ആളുകൾ ആരും അറിയണ്ട, ആരോടിത് പറയണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അസീസ് ആ രംഗം വളരെ ശാന്തമായി കൈകാര്യം ചെയ്യുകയാണ്. ദേഷ്യപ്പെടാനോ കയർക്കാനോ ചൂടാവാനോ ഒന്നും മുതിരാതെ വിഷയം പക്വമായി കൈകാര്യം ചെയ്തു. സൂത്രങ്ങൾ പ്രയോഗിച്ച് തടിതപ്പി കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് നിങ്ങൾ സ്ത്രീകളുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. അതിന് നിങ്ങൾക്ക് വലിയ സാമർഥ്യമുണ്ട്. ഈ സംഭവം അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എടി നീയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മേലിൽ ഇതുപോലെയുള്ള അപമാനകരമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് നിന്ന് വന്നുപോയ ഈ കൃത്യം തൽക്കാലം അവഗണിച്ചു കളയണം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കി. എന്നിട്ട് അദ്ദേഹം അവളെ ശകാരിക്കുകയാണ്, നീ തന്നെയാണ് കുറ്റക്കാരി, നീ ഇത് ചെയ്തത് മഹാപാതകമാണ്, അതുകൊണ്ട് നീ തൗബ ചെയ്ത് മടങ്ങണം. യൂസുഫിനെ നീയാണ് ദുഷ്കൃത്യത്തിൽ ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ചെന്ന് മാത്രമല്ല, ഒടുവിൽ നിരപരാധിയായ അവൻ്റെ മേൽ നീ കുറ്റവും ചാർത്തി. ഇത് വലിയ തെറ്റാണ്, നീ പശ്ചാത്തപിക്കുമെന്ന് പറയുക. 129-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. യൂസുഫേ അലൈഹിസ്സലാം, അഅ്രിദ് അൻ ഹാദാ, ഈ കാര്യം നീ അവഗണിച്ചേക്ക്, ഇത് നീ വിട്ടേക്ക്. എന്നിട്ട് ഇനി ഭാര്യയോട് പറയാം, വസ്തഗ്ഫിരി ലിദംബികി, വസ്തഗ്ഫിരി ലിദംബികി, നിന്റെ തെറ്റിന് നീ പാപമോചനം തേടണം. കാരണം
ഇന്നകി കുന്തി മിനൽ ഖാത്തിഈൻ, നീ വലിയ തെറ്റ് ചെയ്തവരിൽപ്പെട്ടവരാണ്, നീ കുറ്റക്കാരിൽപ്പെട്ടവൾ തന്നെയാണ്, നീയാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് നീ എന്താക്കണം, തൗബ ചെയ്ത് മടങ്ങണമെന്ന് മഹാനവർകൾ ഭാര്യയെ ഓർമ്മിപ്പിക്കുകയുമാണ്. അപ്പോൾ രണ്ടുപേരോടും നല്ല കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് കൊടുത്ത ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇനി 30-ാമത്തെ ആയത്ത് നോക്കാം. സംഭവം ഇത് ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും എങ്ങനെയോ ഇത് നാട്ടിൽ പാട്ടായി. സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വല വീശിയതും ആ ശ്രമത്തിൽ അവൾ പരാജയപ്പെട്ടതുമൊക്കെ എല്ലാവരും അറിഞ്ഞു. ഏത് പരമമായ രഹസ്യവും മൂന്നാമതൊരാൾ അറിഞ്ഞാൽ അത് പരക്കും എന്നാണല്ലോ ആപ്തവാക്യം. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ വാർത്ത പ്രത്യേകിച്ച് കൊട്ടാരത്തിലെ വാർത്തയാണ്. ആളുകൾക്കത് ചർച്ച ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും, ഹരം കൂടും. അങ്ങനെയാണ് അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യമാകുന്നത്, പാട്ടാകുന്നത്. ഈ വിഷയം അസീസിൻ്റെ കൊട്ടാരവുമായി ബന്ധമുള്ള ചില കുലീന സ്ത്രീകൾ ചർച്ചാ വിഷയമാക്കിയതാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അസീസിൻ്റെ ജലപാനം, ഭക്ഷ്യവിഭവങ്ങൾ, സവാരി മൃഗങ്ങൾ, ജയിൽ കാര്യം, പാറാവ് എന്നീ വകുപ്പുകളുടെ മേധാവിത്വം വഹിക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരായ 5 പെണ്ണുങ്ങൾ, 5 കുലീന സ്ത്രീകൾ ആയിരുന്നു ഇത് ചർച്ച ചെയ്തത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർത്തുബിയിലുണ്ട്, ഇമാം റാജി തങ്ങളുടെ തഫ്സീറിലുണ്ട്. അവർ പറയണം, ആ 5 പെണ്ണുങ്ങൾ പറയാണ്, ഞങ്ങളെക്കാളൊക്കെ എത്രയോ ഉന്നത പദവിയിലുള്ള പെണ്ണാണ് സുലൈഖ. എന്നിട്ട് അവൾ നോക്കിയോ, അവളെന്താ ചെയ്തത്? അവളുടെ ഭൃത്യനെ, വേലക്കാരനെ പ്രേമിക്കുകയാണ്. അതും കേവലം ഒരു സാധാരണ പ്രേമല്ല. അവനോടുള്ള പ്രേമം കാരണം, ഭ്രമം കാരണം അവളുടെ മനസ്സ് കവരുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്തൊരു നാണക്കേടാണിത്, എന്തൊരു പ്രേമമാണിത്. ഇങ്ങനെയൊക്കെയാണ് ചർച്ചകൾ കൊടുക്കുന്നത്. സാധാരണ പ്രേമം എന്ന് പറഞ്ഞാൽ പോരാ, അല്ലാത്ത സ്നേഹമായി പോയി എന്നാണ് പെണ്ണുങ്ങൾ ചർച്ച ചെയ്യുന്നത്. അസീസിൻ്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു പെണ്ണ് അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. പ്രേമം മൂത്ത് അവൾ അതിൽ ലയിച്ചു പോയിരിക്കുന്നു, അവൾ പിഴച്ചു പോയിരിക്കുന്നു. ഇതൊക്കെയാണ് ചർച്ച. ആയത്ത് നോക്കൂ, 30-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. وقال نسوة في المدينة, പട്ടണത്തിലെ ചില കുലീന സ്ത്രീകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ സഹധർമ്മിണി, അസീസിന്റെ ഭാര്യ, തുറാവിദു ഫതാഹ അൻ നഫ്സിഹി, തൻ്റെ ഭൃത്യനെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്, തൻ്റെ ഭൃത്യനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഫത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൃത്യൻ, വേലക്കാരൻ എന്നൊക്കെ അർത്ഥം. ഖദ് ശഗഫഹ ഹുബ്ബ, അവനോടുള്ള പ്രേമം അവളുടെ ഹൃദയം കവർന്നിരിക്കുന്നു, വല്ലാതെ അവനിൽ അനുരക്തയായിരിക്കുന്നു എന്നർത്ഥം. ഖദ് ശഗഫഹ ഹുബ്ബ. ഇന്നാ ലനറാഹ, നിശ്ചയമായും നമ്മൾ അവളെ കാണുന്നു, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ടതായിട്ട്. അവൾ സ്പഷ്ടമായ ദുർമാർഗത്തിൽ അകപ്പെട്ടതായാണ് ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിസ്വത്തുൽ ഫിൽ മദീന, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 5 പെണ്ണുങ്ങൾ. ഇംറഅത്തുൽ അസീസ് എന്ന് പറഞ്ഞാൽ അസീസിൻ്റെ ഭാര്യ, അൽ അസീസ് എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞു സുലൈഖ ബീവി എന്നർത്ഥം. ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പേരല്ല, നമ്മൾ പറഞ്ഞല്ലോ, ആ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾക്ക് പറയുന്ന ഒരു പൊതുവായ പേരാണ്. തുറാവിദു ഫതാഹ, ഫത എന്ന് പറഞ്ഞാൽ ശരിക്ക് യുവാവ്, അടിമ, ഭൃത്യൻ എന്നൊക്കെയാണ് അർത്ഥം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആ ഒരു പ്രയോഗം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അറിയാമെന്ന ഒരു സൂചന ഈ പ്രയോഗത്തിലുണ്ട്. എങ്ങനെയാണ് അറിയാതിരിക്കുക അല്ലേ? നല്ല സ്വഭാവ മഹിമുള്ള ആളാണ്, നല്ല വിശിഷ്ട വ്യക്തമുള്ള ആളാണ്, അതും അടിമച്ചന്തയിൽ നിന്ന് വന്നതാണ്. എന്നിട്ടും ഇത്രയും നല്ല സ്വഭാവമുള്ള നല്ലൊരു മനുഷ്യനെ എല്ലാവരും അറിയില്ലേ, പ്രത്യേകിച്ച് കൊട്ടാരത്തിലൊക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് തുറാവിദു ഫതാഹ, അവളുടെ വേലക്കാരനെ എന്ന് അങ്ങനെ പറയാൻ കാരണം. ഏതായാലും ഈ സംഭവം സമ്പന്നന്മാരുടെ, പ്രമുഖന്മാരുടെ ഒക്കെ വീടുകളിലെ കുലീന സ്ത്രീകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതിപ്പോൾ സുലൈഖ ബീവി അറിഞ്ഞു. മുപ്പത്തിരക്ക് ഇത് വലിയ വിഷമായി. ആ പറഞ്ഞ പെണ്ണുങ്ങളോട് ഒരു പ്രതികാരം ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് കാര്യത്തിന് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇനി സുലൈഖ ബീവി. ഇൻഷാ അല്ലാഹ് അതിന് അടുത്ത പേജ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്.
അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാന്. മഹാന്മാരായ അമ്പിയ മുസ്ലിം ഞങ്ങളെയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ. അള്ളാഹു ദുആൻ വസിയത്ത് എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാന്. ഒരുപാട് കാലം നിന്റെ ദീനിനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുള്ള അവസരം നൽകണേ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞങ്ങളെല്ലാം ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.